എല്ലാവർക്കും നമസ്കാരം. ജോഷുവയുടെ പുസ്തകത്തിൽ നിന്നാണല്ലോ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിച്ച് നിർത്തിയത് യഹോവയാം ദൈവം എരീഹോ മതിൽ ഇടിച്ചു കളഞ്ഞ് അവരെ ഇസ്രായേൽ മക്കൾക്ക് ആ ഒരു ദേശം പിടിച്ചെടുക്കുവാൻ ദൈവം എന്ത് ചെയ്തു? അവർക്ക് അനുവാദം കൊടുത്തു, അല്ലെങ്കിൽ അവരോട് കൂടെ ഇരുന്നു അല്ലേ. അവർ 7 പ്രാവശ്യം അല്ലെങ്കിൽ 7 ദിവസം ആ പട്ടണത്തിന് ചുറ്റും വലയം വെച്ച് അവർ ആ പട്ടണത്തെ പിടിച്ചെടുത്തു എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു അല്ലെ. സ്തുതി, അതായിരുന്നു നമ്മളുടെ കുറിവാക്യം അല്ലെ. സ്തുതി, ദൈവത്തെ സ്തുതിക്കുക. സ്തുതിയിൽ നിന്നാണ് അവർക്ക് എന്തുണ്ടായത്? ആ ഒരു വലിയ പട്ടണത്തിൻ്റെ മതിൽ ഇടിഞ്ഞു വീണ് അവർക്ക് ദൈവം അവിടെ ജയം കൊടുക്കുവാനായിട്ട് ഇടയായത് എന്ന് നമ്മൾക്കറിയാം. അതിനുശേഷം അതിനുശേഷം ഹായ് പട്ടണം അല്ലേ. ഹായ് പട്ടണം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇവർ പോയി. എന്നാൽ ഇവർ പരാജയപ്പെട്ടു. അതിന് പരാജയപ്പെട്ടതിൻ്റെ കാരണം എന്തായിരുന്നു? നമ്മൾ അതൊക്കെ സംസാരിച്ചു അല്ലേ. ഒരു ശപഥാർപ്പിതം അവരുടെ അടുത്തുണ്ടായിരുന്നു. അതായത് ആഖാൻ അവിടുന്ന് ദൈവഹിതമല്ലാത്തൊരു സംഭവങ്ങളൊക്കെ കട്ടെടുത്തുകൊണ്ട് വന്ന് സ്വന്തം പാളയത്തിനകത്തോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കോപം അവർക്കെതിരെ ജ്വലിക്കുകയും ആ കൊച്ചു പട്ടണമായ ഹായ് പട്ടണത്തെ പിടിച്ചെടുക്കുവാൻ അവർക്ക് കഴിയാതെ പോവുകയും ചെയ്തു. അതായിരുന്നു നമ്മൾ സംസാരിച്ച് നിർത്തിയത് അല്ലേ. അതിനുശേഷം നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഈ ഹായ് പട്ടണം ദൈവം എന്ത് ചെയ്തു? അവരുടെ കയ്യിൽ കൊടുത്തു, ഇസ്രായേൽ മക്കളുടെ കയ്യിൽ കൊടുത്തു. എങ്ങനെയാണ് കൊടുത്തത്? അവർ ആ ശപഥാർപ്പിതമൊക്കെ എടുത്തു മാറ്റി ആഖാനെയൊക്കെ അവിടുന്ന് കൊന്നുകളഞ്ഞു. അതിനുശേഷം അവരെ തന്നെ വിശുദ്ധീകരിച്ചു. അങ്ങനെ വീണ്ടും ഹായ് പട്ടണമൊക്കെ പിടിച്ചെടുത്തു അല്ലേ. അപ്പോൾ ഇവർ ഈ ഹായ് പട്ടണമൊക്കെ പിടിച്ചെടുത്തു എന്നുള്ളത് കാര്യങ്ങളൊക്കെ എന്താ സംഭവിച്ചെന്നറിയാം. അതായത് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം ചെയ്തിരിക്കുന്ന അത്ഭുതങ്ങളും ദൈവം അവർക്ക് വേണ്ടി ചെയ്ത യുദ്ധങ്ങളും യുദ്ധത്തിലുള്ള അവരുടെ ജയങ്ങളും ഒക്കെ ആരറിയുന്നുണ്ടായിരുന്നു? പുറത്തുള്ള ജാതികളും അവരുടെ രാജാക്കന്മാരും ഒക്കെ ഈ ശ്രുതികൾ കേൾക്കുന്നുണ്ടായിരുന്നു അല്ലേ. നമ്മൾക്കറിയാം, നമ്മളുടെ ജീവിതത്തിലും അങ്ങനെയാണല്ലേ. ദൈവം നമ്മളുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന അത്ഭുതങ്ങൾ നമ്മൾ വിചാരിക്കും, ഇതൊന്നും ആരും അറിയുന്നില്ലെന്ന്. അങ്ങനെയല്ല കേട്ടോ. നമ്മൾ പോലും അറിയാതെ പലരും നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ടാകും. ദൈവം ഇവരെ നടത്തുന്നു. പലപ്പോഴും നമ്മൾ വിചാരിക്കും, നമ്മളൊന്നും ആരും അറിയുന്നില്ല എന്നൊക്കെ വിചാരിക്കും. അങ്ങനെയല്ല കേട്ടോ. പലരും നമ്മൾ പോലും അറിയാതെ നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ടാകും. കാരണം ഇവരുടെ ദൈവം ഇവരെ നടത്തുന്നുണ്ടല്ലോ, ദൈവം ഇവരെ പരിപാലിക്കുന്നുണ്ടല്ലോ എന്ന് പലരും നമ്മളെ നോക്കി അതിശയം കൂറുന്നുണ്ടാകും കേട്ടോ. ഇനി ഇവിടെ ഹായ് പട്ടണമൊക്കെ പിടിച്ചെടുത്തുന്നത് കേട്ടതും ചുറ്റുപാടുമുള്ള രാജാക്കന്മാരും രാജ്യങ്ങളും ഒക്കെ അറിഞ്ഞു. അപ്പോൾ എന്താ ചെയ്തെന്ന് ഒരു ഗിബയോൻ നിവാസികൾ എന്ന് പറയുന്നത്, അതായത് ഗിബയോൻ എന്ന് പറയണം, ആ ഒരു ഗിബയോൻ നിവാസികൾ വന്നിട്ട് എന്ത് ചെയ്തു? ഇസ്രായേലിനോട് അങ്ങ് സഖ്യത ഉണ്ടാക്കി. എന്ന് വെച്ചാൽ അവരോട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളോട് ചേർന്ന് നിൽക്കാമെന്ന് പറഞ്ഞു. ഇവരെന്തിനങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നറിയാമോ? ഇവർക്ക് മനസ്സിലായി, ഇവരുടെ കൂട്ടത്തിലുള്ള ദൈവമുണ്ടല്ലോ, അത് ഞങ്ങളൊന്നും ഇതുവരെ കണ്ടിരിക്കുന്ന ദൈവമൊന്നും അല്ല, അല്ലെങ്കിൽ ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം, അല്ലെങ്കിൽ ഞങ്ങൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങളുടെ ശക്തിയൊന്നുമല്ല ഇവരുടെ ദൈവത്തിനുള്ളത്. ഈ ദൈവത്തിന് ഭയങ്കര പവറാണെന്ന് ആര് തിരിച്ചറിഞ്ഞു? ഈ ഗിബയോൻ നിവാസികൾ തിരിച്ചറിഞ്ഞു. അവർക്കറിയാം. കാരണം ഈ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരെ കഴിഞ്ഞ് വലിയ രാജ്യങ്ങളെയും രാജാക്കന്മാരെയും ഒക്കെ ഇവർ കീഴടക്കിയിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് ഈ ജയം കിട്ടിയത് മുഴുവൻ ഇവരുടെ ദൈവം ഇവരുടെ കൂട്ടത്തിലുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇവരോട് എതിർക്കാൻ പോയിട്ട് കാര്യമില്ല. ഇവർക്ക് വേണ്ടി ആരിറങ്ങും? ഇവരുടെ ദൈവം ഇറങ്ങുമെന്ന് ആർക്കറിയാം? ഈ ഗിബയോൻ നിവാസികൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ആ ദൈവത്തിൻ്റെ പവർ തിരിച്ചറിഞ്ഞ് ഇവരെന്ത് ചെയ്തു? ഇസ്രായേൽ മക്കളുമായിട്ട് അവർ സഖ്യത കൂടുവാനായിട്ട് ഇടയായി. ഓക്കെ, ഇസ്രായേൽ മക്കളുടെ കാര്യങ്ങളും അവരോട് ഇങ്ങനെ ഗിബയോൻ നിവാസികളെ സഖ്യത കൂടിയതും ആരറിഞ്ഞു? ഈ ചുറ്റുവട്ടത്തുള്ള ഒരു 5 രാജാക്കന്മാർ അങ്ങ് അറിഞ്ഞിട്ട് ഈ 5 രാജാക്കന്മാർ അങ്ങ് കൂട്ടം കൂടി. എന്നിട്ട് കൂട്ടം കൂടിയിട്ട് എന്താ സംഭവിച്ചെന്നറിയാമോ? അവരെ അങ്ങ് നശിപ്പിക്കാൻ തീരുമാനിച്ചു. ആരെ? ഗിബയോൻ നിവാസികളെ. എന്ന് വെച്ചാൽ ഇവരോട് ചേർന്നല്ല, അതുവരെ ഇസ്രായേൽ ഒറ്റയ്ക്കായിരുന്നു, ഒറ്റപ്പെട്ട് നടക്കുകയായിരുന്നു. എന്നാൽ ഇവരോട് ചേർന്ന് ഗിബയോൻ നിവാസികളും ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ 5 രാജാക്കന്മാരെ എന്താ ചെയ്തതെന്നറിയുമോ? ആദ്യം അവരെ അങ്ങ് തകർക്കാമെന്ന് വിചാരിച്ചു. ആരെ? ഇവരോട് അനുകൂലമായി നിൽക്കുന്ന ആ വ്യക്തികളെ അങ്ങ് മാറ്റിക്കളയാമെന്ന് വിചാരിച്ച് ഗിബയോൻ നിവാസികൾക്കെതിരെ യുദ്ധത്തിന് വന്നു. ഓർക്കുക, നമ്മളുടെ ജീവിതത്തിലും അങ്ങനെയാണല്ലേ. ദൈവം ചിലരെയൊക്കെ നമ്മളോട് ചേർത്ത് നിർത്തും. നമ്മളിങ്ങനെ ഒറ്റപ്പെട്ടൊക്കെ പോകുമ്പോൾ ദൈവം ചിലരെ നമ്മൾക്ക് അനുകൂലമാക്കി നമ്മളോട് ചേർത്ത് നിർത്തും. എന്നാൽ ഈ ചേർത്ത് നിർത്തുമ്പോൾ ഈ ശത്രുവായവൻ എന്താ ചെയ്യുന്നതെന്നറിയാമോ? ആദ്യം നമ്മളോട് ഡയറക്റ്റ് യുദ്ധത്തിന് വരത്തില്ല. ഇവരെന്ത് ചെയ്യും? നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരെ എന്ത് ചെയ്യും? നമ്മളിൽ നിന്ന് അകറ്റിക്കളയും. എന്തിനാ അകറ്റിക്കളയുന്നത്? നമ്മളെ വീണ്ടും ഒറ്റപ്പെടുത്തുവാനായിട്ട്. കാരണം ഇവനറിയാം, ഇവനോട് ഡയറക്റ്റ് മുട്ടിയിട്ട് കാര്യമില്ല. കാരണം ഇവനെ തകർക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവനെ തകർക്കണമെങ്കിൽ ഇവൻ്റെ കൂട്ടത്തിലുള്ളവരെ അങ്ങ് തകർത്തിട്ട് ഇവനെ തകർക്കാമെന്ന് ഇവരിങ്ങനെ ചില കൂട്ടുകെട്ടുകൾ, അതൊരു ആലോചനയാണ് കേട്ടോ. ചിലർക്കെതിരെ ചില കൂട്ടുകെട്ടുകൾ ഒരുക്കി നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്നവരെ പോലും അകറ്റിക്കളഞ്ഞും നിങ്ങളെ ഒറ്റപ്പെടുത്തി തകർത്ത് കളയാമെന്ന് ചില ശത്രുക്കൾ കൂട്ടം ചേർന്നും നിങ്ങൾക്കെതിരെ ചില കെണികളെ ഒരുക്കുന്നുണ്ട്. ആ കെണികളെ തകർത്ത് ദൈവം വിടുവിക്കും കേട്ടോ.
അപ്പോൾ ഇനി ബാക്കിയുള്ളത് കേൾക്കണം. എന്നിട്ട് എന്താ സംഭവിച്ചെന്നറിയാവോ? ഇവിടെ ഗിബെയോൻ നിവാസികൾക്കെതിരെ ഈ 5 രാജാക്കന്മാർ യുദ്ധത്തിനങ്ങ് ഇറങ്ങിയപ്പോൾ ഇവർക്കറിയാം, ഗിബെയോൻ നിവാസികൾക്കറിയാം, ഇവന്മാരുടെ കൂട്ടത്തിൽ, അതായത് ഈ ഇവന്മാരുടെ കൂട്ടത്തിൽ കൂടിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഞങ്ങൾ ഇവരുടെ അടുത്ത് ഞങ്ങൾക്ക്, അതായത് സത്യം പറയുന്നവൻ്റെയും സത്യത്തിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്നവൻ്റെയും കൂട്ടത്തിൽ നിന്നാലേ അവൻ ചതിക്കാതിരിക്കത്തുള്ളൂ. മറ്റവൻ എന്ത് ചെയ്യും? ഞങ്ങൾ തിരിഞ്ഞ് അവന്മാരുടെ സഖ്യതയ്ക്ക് പോയി കഴിഞ്ഞാൽ അവന്മാർ ഞങ്ങളെ ചതിക്കുമെന്ന് വെച്ചാൽ നാളെ അവന്മാർ ഞങ്ങളെയും അടിമകളാക്കും. അതുകൊണ്ട് സത്യത്തിൻ്റെ കൂട്ടത്തിൽ നിൽക്കാമെന്ന് കരുതി ഈ ഗിബെയോൻ നിവാസികൾ എന്ത് ചെയ്തു? ഈ സഖ്യത കൂടി ഇസ്രായേലിനോട് തന്നെ പറ്റിച്ചേർന്ന് നിന്നിട്ട് അവരുടെ അടുത്തിട്ട് വന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങൾക്കെതിരെ യുദ്ധത്തിന് ഇവർ വരികയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെന്താ ചെയ്ത്? ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ജോഷുവയും ഇസ്രായേൽ മക്കളും കൂടി എന്ത് ചെയ്തു? ഗിബെയോൻ നിവാസികളെ അവരെ സഹായിക്കുവാനായിട്ട് ഇറങ്ങിച്ചെന്നു. അപ്പോൾ ദൈവം ഇവരോട് പറഞ്ഞു, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. ഇവർക്കെതിരെ അവർക്ക് യുദ്ധം ചെയ്യാൻ ഈ ഗിബെയോൻ നിവാസികളെ സഹായിക്കാൻ പൊയ്ക്കോളാൻ പറഞ്ഞു. കാരണം ഇവൻ ഗിബെയോൻ നിവാസികളെ തകർത്തിട്ട് പിന്നെ ഇവരെങ്ങോട്ട് വരും? ഇസ്രായേലിന്റെ നേരെ വരും. അപ്പോൾ ഇവൻ ഇങ്ങോട്ട് വരുന്നതിന് മുൻപേ നീ എന്ത് ചെയ്യണം? നീ അങ്ങോട്ട് കയറി അടിച്ചോളാൻ ആര് പറഞ്ഞു? യഹോവയാം ദൈവം ആരോട് പറഞ്ഞു? ജോഷുവയോടും ഇസ്രായേൽ മക്കളോടും പറഞ്ഞു. അപ്പോൾ ഇവര് അങ്ങോട്ട് അടിക്കാനായിട്ട് ചെന്നു. ഓർക്കുക, എത്ര പേരാ ഇതുവരെ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം ഓരോരോ ജാതികളോട് അവർ യുദ്ധം ചെയ്തത്. ഇവിടെ 5 രാജാക്കന്മാരെ നിരന്നു വരും. എന്ന് വെച്ചാൽ ചുറ്റും വളഞ്ഞിരിക്കുക, ഇസ്രായേലിനെയും ഗിബെയോൻ നിവാസികളെയും വളഞ്ഞിരിക്കുക, ചുറ്റും വളഞ്ഞു വരികയാണ്. അപ്പോൾ എന്താ ചെയ്തതെന്നറിയാമോ? ഇവർ യുദ്ധം ചെയ്തു, അല്ലേ? യുദ്ധം ചെയ്ത് ഇവരവരെ ഇങ്ങനെ തോപ്പിച്ച് വരിക. പക്ഷേ ഇത് പൊക്കത്തിലിരുന്ന് ആര് കാണുന്നുണ്ട്? ദൈവം കാണുന്നുണ്ട്. ദൈവത്തിനറിയാം ഇവരൊറ്റ ഒരു ജാതിയോട് യുദ്ധം ചെയ്ത് ഇവർക്ക് എന്തുള്ളൂ? ഇവർക്ക് എന്താ പറയുക, പരിചയമുള്ളൂ. പക്ഷേ ഈ 5 എണ്ണത്തിനോട് ഒന്നിച്ച് യുദ്ധം ചെയ്യുമ്പോൾ ഇവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഓർക്കുക, നിനക്കെതിരെ കൂട്ടം കൂടി ചുറ്റും വാട കോരി ചില കെണികളുമായിട്ട് ചിലർ ഒരുങ്ങി വരുന്നുണ്ട് കേട്ടോ. എന്നാൽ അവരെ തകർത്ത് നിനക്ക് ജയം തരുവാൻ ആരാ പോകുന്നതെന്നറിയാമോ? യഹോവയാം ദൈവം തന്നെ ഇറങ്ങുവാനായിട്ട് പോകുക. അത് നമുക്ക് പിന്നീട് കാണാം. എന്താ കാണുന്നത്? അതിനകത്ത് യഹോവയാം ദൈവം എന്ത് ചെയ്തു? സ്വർഗത്തിൽ നിന്ന് കല്ലെറിഞ്ഞ് ആരെ കൊന്നെന്നാ പറഞ്ഞേ? ഈ 5 രാജാക്കന്മാരെയും അവരുടെ ആ ഒരു നിവാസികൾ, രാജാക്കന്മാരെയല്ല, അവരുടെ കൂട്ടത്തിൽ വന്നിരിക്കുന്ന ആ ശത്രുക്കളെ എന്താണ് ദൈവം അങ്ങ് കൊന്നുകളഞ്ഞു. എന്നിട്ട് ഇവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവം എന്താണ് ഇസ്രായേൽ മക്കൾ വാളിനാൽ കൊന്നതിനെ കഴിഞ്ഞും അധികം ദൈവത്തിൻ്റെ കന്മഴയാൽ ആര് വീണു? ശത്രു വീണു കഴിഞ്ഞു. അത്രയും ആൾക്കാർ അവിടെ മരിച്ചു വീണുവെന്നും. ഇതെന്തുകൊണ്ടാണ്? ദൈവം അതുവരെയുള്ള ചരിത്രം എടുത്താൽ ഈ കന്മഴ അയച്ച് പിന്നെ കൊന്ന ചരിത്രമൊന്നുമില്ല. ഇവിടെ എന്താ അങ്ങനെ ചെയ്തതും? അതുവരെ ഇവർ ഒരു രാജ്യത്തോടും ഒരു രാജാക്കന്മാരോടും യുദ്ധം ചെയ്തുകൊണ്ട് വന്നതും. ഇവിടെ 5 രാജാക്കന്മാർ നിരന്ന് നിൽക്കുക. ഇവർ തകർന്നു പോകും, ഇവർ ക്ഷീണിച്ചു പോകുമെന്ന് ആർക്കറിയാം? യഹോവയാം ദൈവത്തിനറിയാം. അതുകൊണ്ട് യഹോവയാം ദൈവം എന്ത് ചെയ്തു? ഇവർ കൊന്നതിന് കഴിഞ്ഞു കൂടുതൽ ശത്രുപാളയത്തെ ദൈവം ഡയറക്റ്റ് തകർത്ത് കഴിഞ്ഞു. എന്നിട്ട് അതിനെ താഴോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് വായിക്കുന്നുണ്ട്. എന്താ വായിക്കുന്നത്? യഹോവയാം ദൈവം തന്നെ അവർക്ക് വേണ്ടി, ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തുവെന്നും അവിടെ കാണാം. അപ്പോൾ ഇതിനകത്തുനിന്ന് ദൈവം പറയുന്ന ഒരു ആലോചന എന്താണെന്നറിയാവോ? യഹോവയാം ദൈവം ചില യുദ്ധങ്ങൾ ഏറ്റെടുക്കുവാനായിട്ട് പോവുക. നിന്നെ കൊണ്ട് തന്നെ പറ്റത്തില്ല കേട്ടോ, അല്ലെങ്കിൽ നമ്മളെയും കൊണ്ട് തന്നെ പറ്റത്തില്ല. ചില വൻ ശക്തികൾ നമ്മൾക്കെതിരെ എഴുന്നേൽക്കുമ്പോൾ അതിനോട് യേശുവിൻ്റെ രക്തത്താൽ ചെയ്യും. ചില വൻ ശക്തികൾ നമ്മൾക്കെതിരെ കെണികളുമായിട്ട് ചുറ്റും കൂടുമ്പോൾ അതിനെ തകർക്കുവാൻ നമ്മൾക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല. ഇതുവരെ നീ ഒറ്റയ്ക്ക് പോരാടി, നിന്നെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്നറിയാവോ? യഹോവയാം ദൈവം ഡയറക്റ്റ് ഇറങ്ങാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് പോവുകയാണ്. ചിലതിനെയൊക്കെ ദൈവം തകർക്കുവാനായിട്ട് പോവുകയാണ്. അങ്ങനെ ചില ജയങ്ങൾ, ചില കൂടാരങ്ങൾ, ചില വ്യക്തികൾക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തുവാനായിട്ട് പോവുക കേട്ടോ. ദൂത് ഏറ്റെടുക്കുന്നവർക്ക് വിടുതലാണ്. ഞാനും ഏറ്റെടുത്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഇവിടെ യഹോവയാം ദൈവം തന്നെ അവർക്ക് വേണ്ടി എന്ത് ചെയ്തിരിക്കുക? യുദ്ധം ചെയ്തിരിക്കുകയാണ്. ഇനി അതിനുശേഷം നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട്, അതിന് മുൻപേ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് 10-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ ഇസ്രായേൽ മക്കൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും, അല്ലേ? ഈ 5 രാജാക്കന്മാരോടും അവരുടെ നിവാസികളോടും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. ഈ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് അറിയാമോ? നേരം ഇരുട്ടിപ്പോയാൽ യുദ്ധം എന്ത് ചെയ്യും? യുദ്ധം ഭയങ്കര ബുദ്ധിമുട്ടായി പോകും. അതിന് ദൈവത്തോട് സംസാരിച്ചു. ആരും? ജോഷുവ ദൈവത്തോട് സംസാരിച്ചിട്ട് ജോഷുവ എന്താ ചെയ്തതെന്നറിയാമോ? സൂര്യനോടും ചന്ദ്രനോടും കൽപ്പിച്ചു. സൂര്യനോട് പറഞ്ഞു, സൂര്യ നീ ഗിബെയോനിലും ചന്ദ്ര നീ അയ്യാനോൾ താഴ്വരയിലും നിൽക്കാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ നിങ്ങൾ ചലിക്കരുത്, നിങ്ങൾ ഇപ്പം നിൽക്കുന്ന ആ സ്റ്റാൻഡിൽ നിൽക്കുക.
ഇസ്രായേൽ മക്കളെ യുദ്ധം ചെയ്ത് ജയിക്കുന്നിടം വരെ നിങ്ങൾ അവിടെ നിൽക്കുവാനായിട്ട് പറഞ്ഞു. ഇവിടെ ഓർക്കണമേ, ചിലതിനോടൊക്കെ എതിരെ നമ്മൾ കൽപ്പിക്കണം അല്ലേ. ഞാൻ മുൻപേ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ചില നമ്മൾക്കെതിരെ വരുന്ന ശത്രുവിനോട് നമ്മൾ കൽപ്പിക്കണം. അപ്പോൾ ആ കൽപ്പിക്കണമെങ്കിൽ എന്താണെന്നറിയാമോ, നമ്മൾ പറഞ്ഞു നാവിൻ്റെ മേൽ അധികാരം, ഈ അധികാരം വെളിപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ, നമ്മളങ്ങ് ചുമ്മാ കയറി അങ്ങ് പറയുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ ആരിൽ ആശ്രയിക്കണം? ദൈവത്തിൽ ആശ്രയിക്കണം. ഇവിടെ ജോഷുവ അതാ ചെയ്തത്. ദൈവത്തോട് സംസാരിച്ചിട്ടാണ് ജോഷുവ എന്ത് ചെയ്തത്? ജോഷുവ കൽപ്പിച്ചപ്പോൾ ചന്ദ്രനും സൂര്യനും അവിടെ തന്നെ നിന്നും. എന്നിട്ട് അതിൻ്റെ താഴെ എഴുതി വെച്ചിരിക്കുന്നു കേട്ടോ, യഹോവയാം ദൈവം തന്നെ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തെന്നും. ഇല്ലെങ്കിൽ ചന്ദ്രനും നിൽക്കത്തില്ല, സൂര്യനും നിൽക്കത്തില്ല, ഇവർ തോറ്റും പോകുമായിരുന്നു. അതുകൊണ്ടാണ് യഹോവയാം ദൈവം തന്നെ ഇറങ്ങി എന്ത് ചെയ്തിരിക്കുക? യുദ്ധം ചെയ്തിരിക്കുക. അതുകൊണ്ട് ഇതുവരെ സംഭവിക്കാത്ത കാര്യങ്ങൾ അവിടെ സംഭവിച്ചിരിക്കുന്നതും ഒന്ന് ഓർത്ത് നോക്കിക്കുക. നമ്മളുടെ ജീവിതത്തിലും ദൈവം ഇതുപോലെ ചെയ്യാൻ പോകുക. ഇതുവരെ ചെയ്യാത്ത ചിലത് നിനക്ക് വേണ്ടി ദൈവം ചെയ്യുവാനായിട്ട് പോകുക, നമ്മൾക്ക് വേണ്ടി ദൈവം ചെയ്യാനായിട്ട് പോകുക. എങ്ങനെയാണ് ചെയ്യുന്നത്? ഇന്ന് വരെ ഇല്ലാത്ത കന്മഴകളെ ദൈവം അയക്കുവാനായിട്ട് പോവുകയാണ്. ഇന്ന് വരെ ഇല്ലാത്ത ചില കന്മഴകളെ അയച്ച് ശത്രുവിനെ ദൈവം തകർക്കും. ഇനി അതുകൂടാതെ എന്താണ്? ചിലതിനോടെല്ലാം കൽപ്പിക്കുവാൻ ദൈവം ആഹ്വാനം തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്തോണം? അവിടെ നമ്മൾ കൽപ്പിക്കുവാനായിട്ട് തയ്യാറായിക്കോണം. അപ്പോൾ എന്താണ്? ചില വൻ ശക്തികളെ ദൈവം നിർത്തേണ്ടടുത്ത് നിർത്തും. നിനക്കെതിരെ കോരി വന്നിരിക്കുന്ന, വാടകോരി ചുറ്റും വന്നിരിക്കുന്ന, കെണി ഒരുക്കി വന്നിരിക്കുന്ന ചിലതങ്ങളുണ്ടല്ലോ, അത് ചെറുതൊന്നും അല്ല, അത് വൻ ശക്തികളാണ്. ആ വൻ ശക്തികളെ ദൈവം എന്ത് ചെയ്യും? നിർത്തും. എന്നിട്ട് അതിനുശേഷം നമ്മൾക്കറിയാം, ആ 5 രാജാക്കന്മാരെ പിടിച്ച് ജോഷുവയും കൂടത്തിലുള്ളവരൊക്കെ കൊന്നു കളഞ്ഞു എന്നുള്ള ചരിത്രമൊക്കെ നമ്മൾക്കറിയാം. ഓക്കെ, ഇനി അതിനുശേഷം ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് എന്താണ്, നമ്മുടെ 14-ാം അധ്യായത്തിനോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് അവിടെ ഒരു വ്യക്തിയെ കാണുവാനായിട്ട് കഴിയും. ആരാന്നറിയുമോ? കാലേബ്. കാലേബ് ആരാന്ന് നമ്മൾക്കറിയാം അല്ലേ. ഈ മോശ എന്താ ചെയ്തേ? നമ്മുടെ ഒരു വാഗ്ദത്ത ദേശം ഒറ്റ നോക്കാൻ വേണ്ടിയിട്ട് 12 പേരെ അയച്ചു. അതിനകത്തുനിന്ന് 2 പേര് ജോഷുവയും കാലേബുമാണ് വന്നിട്ട് എന്ത് പറഞ്ഞത്? മോശയുടെ അടുത്ത് പോസിറ്റീവായിട്ട് റിവ്യൂ പറഞ്ഞത്. അപ്പോൾ ഈ പോസിറ്റീവ് റിവ്യൂ കാലേബ് ജോഷുവയും പറഞ്ഞപ്പോൾ കാലേബിനോട് മോശ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? നീ ആ നോക്കിയിട്ട് വന്ന് നിന്റെ കാല് ചവിട്ടിയ ആ സ്ഥലമുണ്ടല്ലോ, അത് നിനക്കുള്ളതാന്ന് പറഞ്ഞു. അത് നിനക്ക് അവകാശമായിട്ട് അങ്ങ് തരുമെന്ന് പറഞ്ഞു കേട്ടോ. എന്നിട്ട് അന്ന് കാലേബിന് എത്ര വയസ്സുണ്ട്? 40 വയസ്സാണ്. ഇന്ന് കാലേബ് എന്താ ചെയ്തതെന്നറിയാമോ? ജോഷുവയുടെ അടുത്ത് വന്നു. കാരണം ഈ വാഗ്ദത്ത നിവൃത്തീകരണത്തിൻ്റെ സമയമായെന്ന് ആര് തിരിച്ചറിഞ്ഞു? അന്ന് മോശയിലൂടെ ദൈവം പറഞ്ഞ വാഗ്ദത്തം ഇന്ന് ജോഷുവയുടെ ഈ കാലഘട്ടത്തിലാണ് എനിക്ക് വേണ്ടിയിട്ട് അത് നിവൃത്തിയാകുന്നതെന്ന് ആര് തിരിച്ചറിഞ്ഞു? കാലേബ് തിരിച്ചറിഞ്ഞു. കാരണം സ്ഥലങ്ങളൊക്കെ വീതം വെച്ച് എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുക. മക്കൾ ദൈവത്തിൻ്റെ ഇസ്രായേൽ മക്കളുടെ ഗോത്രങ്ങൾക്ക് വീതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാലേബ് വന്നിട്ട് പറഞ്ഞു, ദാസനായ മോശ, ദൈവത്തിൻ്റെ ദാസനായ മോശ എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് ജോഷുവയെ ഓർമ്മിപ്പിച്ചു. അപ്പോൾ ജോഷുവ അവനെ അങ്ങ് അനുഗ്രഹിച്ചു. എന്നിട്ട് അത് പിടിച്ചെടുത്തോളം പറഞ്ഞു. അങ്ങനെ കാലേബ് പറയുക, എനിക്ക് 85 വയസ്സുണ്ട്, അന്നത്തെ ബലം എനിക്കുമുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ചോദിക്കണം, അല്ലേ കാലേബ് നിനക്ക് എവിടുന്ന് ഇത്രയും ബലം കിട്ടിയത്? മുദ്ര കഴിച്ചിട്ടാണോ? അപ്പോൾ കാലേബ് പറയും, അല്ല. എന്തുകൊണ്ടാണ്? ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്തമുണ്ടല്ലോ, ആ വാഗ്ദത്തം പറഞ്ഞപ്പോൾ അത് ഞാൻ പിടിച്ചെടുക്കേണ്ട സമയത്തും എന്നിൽ ബലം ചേർന്നു പോകാതെ എന്നെ സൂക്ഷിച്ച ഒരു ദൈവമുണ്ട് കേട്ടോ. ആ ദൈവമാണ് എനിക്ക് ബലം തന്നതെന്ന് ആര് തിരിച്ചറിഞ്ഞു? കാലേബ് തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് കാലേബിന് 85-ാമത്തെ വയസ്സിലും 40 വയസ്സിൻ്റെ ബലം അവിടെ ഉണ്ടായത് കേട്ടോ. ഇതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ പ്രാർത്ഥിച്ചോണം. ദൈവത്തിന് നമ്മളോട് വാഗ്ദത്തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തങ്ങൾക്കെതിരെ ശത്രു എത്ര വാടകോരിയാലും ആ വാഗ്ദത്തങ്ങൾ പ്രാപിച്ചെടുക്കുവാനുള്ള ബലം നമ്മളുടെ മേൽ പകർന്ന് അത് പ്രാപിച്ചെടുത്തത് അനുഭവിച്ചിട്ടേ ദൈവം നമ്മളെ ഇവിടുന്ന് മടക്കി എടുക്കത്തുള്ളൂ കേട്ടോ. അത് നമ്മൾ വിശ്വസിച്ചോണം, അത് നമ്മളെ ഏറ്റെടുത്തോണം. ഓക്കെ, എന്നിട്ട് അതിനുശേഷം നമ്മൾക്കറിയാം കാലേബിൻ്റെ പുത്രിയായ അക്സ വന്നിട്ട് പറഞ്ഞു, അക്സനെ കല്യാണമൊക്കെ കഴിച്ചു കൊടുത്തു. നമ്മൾക്കറിയാം മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട വീതങ്ങളൊക്കെ കൊടുത്തു. അങ്ങനെ അക്സയ്ക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു. എന്നിട്ട് പുള്ളിക്കാരത്തി പിന്നെ വന്നിരിക്കും, അപ്പൻ്റെ അടുത്ത് പിന്നെ വന്നിരിക്കും. ഇപ്പോഴത്തെ പെൺമക്കളും അങ്ങനെ തന്നെയല്ലേ, പിന്നെയും വരും അപ്പന്മാരുടെ അമ്മമാരുടെ അടുത്ത്. ഇനിയും എന്തെങ്കിലും ഉണ്ടോയെന്ന് എത്തി നോക്കിക്കൊണ്ടിരിക്കും. എത്ര കിട്ടിയാലും പെൺമക്കൾക്ക് മതിയാകത്തില്ല, അവർ വീണ്ടും എത്തി നോക്കിക്കൊണ്ടിരിക്കും. ഇവിടെ അതൊന്നും അല്ല കേട്ടോ, ഞാൻ ചുമ്മാ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞത്. പക്ഷേ അവിടെ അക്സ വന്നത് കാര്യത്തിന് വന്നത്. എന്താണെന്നറിയാമോ? അവൾക്കറിയാം അവൾക്ക് സ്ഥലങ്ങളൊക്കെ കിട്ടി, പക്ഷേ അവൾക്ക് എന്തില്ല? അവിടെ വെള്ളമില്ല. ഈ വെള്ളമില്ലാതെ എന്താണ് അവൾക്ക് എത്ര കിട്ടിയിട്ടും കാര്യമില്ല എന്ന്. അതുകൊണ്ട് ഇവള് വന്നിട്ട് അപ്പനോട് പറഞ്ഞു, അപ്പ എനിക്ക് എന്ത് തരണം? നീ നീരുറവകളും കൂടി തരണം എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പൻ അവകാശം അവൾക്ക് എഴുതി കൊടുത്തു കേട്ടോ. എന്താ? നീരുറവ കൊടുത്തു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ അപ്പനാ ദൈവം അല്ലേ. അപ്പോൾ ദൈവത്തോട് നമ്മൾ ചിലതൊക്കെ ചോദിക്കണം. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, ഞാൻ ഇന്നും ആ ശബ്ദം എൻ്റെ കാതിൽ ഇങ്ങനെ മുഴങ്ങുക. ഞാൻ വിശ്വാസ ജീവിതത്തിൽ വന്ന 1 വർഷമായിട്ടില്ല. അപ്പോൾ അതിന് മുൻപേ ഒരു ദിവസം രാവിലെ ഞാൻ പ്രാർത്ഥിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ഞാനൊരു ശബ്ദം കേട്ട. അന്ന് എന്നോട് ദൈവം ആദ്യമായിട്ട് വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ ശബ്ദം എന്നെ കേൾപ്പിക്കുന്നവരും പുരുഷൻ സംസാരിക്കുന്നത് പോലെ ദൈവം എന്നെ ശബ്ദം കേൾപ്പിച്ച് സംസാരിച്ചത്. രാവിലെ ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ ഈ ശബ്ദമാണ് കേൾക്കുന്നത്, എൻ്റെ കാതിലിങ്ങനെ മുഴങ്ങുക. ശരിക്കും ഒരു വ്യക്തി സംസാരിക്കുന്ന, ഒരു പുരുഷൻ സംസാരിക്കുന്ന ശബ്ദത്തിൽ എന്നോട് സംസാരിക്കാം. മക്കളെങ്കിലും അവകാശികൾ വന്ന് ചിലതൊക്കെ എന്നോട് ചോദിക്കുന്നു.
അന്ന് എനിക്കതിൻ്റെ അർത്ഥമൊന്നും അത്ര പിടികിട്ടിയില്ല. ഞാൻ പറഞ്ഞു, കർത്താവേ, ഒരുപാട് വാഗ്ദത്തങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങ് തന്നാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ പ്രത്യേകിച്ചൊന്നും ചോദിക്കാനായിട്ട് പോയില്ല. അതെൻ്റെ ഒരു അറിവില്ലായ്മയായിരുന്നു. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. എന്നാലും നമ്മുടെ ദൈവം തരേണ്ടതൊക്കെ മക്കൾക്ക് തരും കേട്ടോ, തരേണ്ട അവകാശങ്ങളൊക്കെ തരും. പക്ഷേ ഇവിടെ അക്സ എന്താ പറഞ്ഞു? അക്സ ചോദിച്ചില്ലായിരുന്നെങ്കിൽ അപ്പൻ അറിയില്ലായിരുന്നു അല്ലേ? നമ്മുടെ അപ്പൻ അറിയാം, സ്വർഗത്തിലെ അപ്പൻ അറിയാം. പക്ഷേ നമ്മൾ ചോദിക്കുന്നത് ആർക്കാ? അപ്പന് സന്തോഷം. അതുകൊണ്ടാണ് ദൈവം എന്നോട് അന്ന് സംസാരിച്ചതും, മക്കളെങ്കിൽ അവകാശങ്ങൾ നീ ചിലതൊക്കെ എന്നോട് ചോദിക്കുന്നു. ഇതുണ്ടല്ലോ, നമ്മൾ ചോദിക്കണം. ചിലതൊക്കെ നമ്മൾ ദൈവത്തോട് ചോദിക്കണം. നമ്മളുടെ അവകാശങ്ങൾ നമ്മൾ ദൈവത്തോട് ചോദിക്കണം കേട്ടോ. ചോദിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യും? അത് നമ്മൾക്ക് തരുവാനായിട്ട് ഇടയാകും. ഇവിടെ വേറൊരു ആത്മീയ മർമ്മവും കൂടി അതിനകത്തുണ്ട്. ഒത്തിരി നന്മകളും അനുഗ്രഹങ്ങളും ഭൗതിക നന്മകളും ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇതൊക്കെ അനുഗ്രഹം. ഇന്നത്തെ എന്താ പറയുക, ന്യൂ ജനറേഷൻ സഭക്കാരും ഒക്കെ ഇന്ന് പഠിപ്പിക്കുന്നത് പ്രോസ്പെരിറ്റിയുടെ സുവിശേഷമാണല്ലേ. പഠിപ്പിക്കുന്നത് എന്താ? ഭൗതിക നന്മകളെക്കുറിച്ച് മാത്രമാണ് പഠിപ്പിക്കുന്നത്. ഈ ഭൗതിക നന്മകൾ മാത്രം ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ല എന്നാം ഈ വചനഭാഗം നമ്മളോട് പഠിപ്പിക്കുന്നത്. എന്താണെന്നറിയാമോ? ഈ അക്സയ്ക്കറിയാം ഇവിടെ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വെള്ളമില്ലെങ്കിൽ ഇതിനകത്തൊന്നും എന്തുണ്ടാകത്തില്ല, പച്ചപ്പുണ്ടാകത്തില്ലെന്ന് ആർക്കറിയാം, ഇതിനകത്തുനിന്ന് ഫലം വരത്തില്ലെന്ന് ആർക്കറിയാം? അക്സയ്ക്കറിയാം. അത് വെറും തരിശുഭൂമിയായി മാറുമെന്നറിയാം. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ ജീവിതത്തിലും എന്ത് അനുഗ്രഹങ്ങളും സമൃദ്ധിയും ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളുടെ ഉള്ളിൽ ഇല്ല എങ്കിൽ അതുകൊണ്ടൊന്നും ഒരർത്ഥവുമില്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞോണം. അതുകൊണ്ട് ദൈവം ഭൗതിക നന്മകൾ തരുമ്പോൾ ആത്മീയമായി അതിലപ്പുറം സമ്പന്നരാകുവാൻ നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ ശ്രമിച്ചോണം. അതുകൊണ്ട് നമ്മൾ ദൈവത്തോട് ചോദിക്കണം, കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എനിക്കൊന്ന് തരണമേ. പരിശുദ്ധാത്മാ അഭിഷേകം പ്രാപിച്ചവർ പുതുക്കത്തിന് വേണ്ടി ഒക്കെ ദൈവത്തോട് പ്രാർത്ഥിച്ചോണം. കർത്താവേ, അഭിഷേകത്താൽ നിറയ്ക്കണമേ, അഭിഷേകത്താൽ നിറയ്ക്കണമേ. കാരണം ഈ ഭൗതിക നന്മകൾ കുറച്ച് കഴിഞ്ഞുണ്ടല്ലോ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അല്ലെങ്കിൽ ഈ ഭൗതിക നന്മകളൊക്കെ ഓരോരോ ഭാഗത്തുനിന്ന് ചോർന്നു പോകാൻ തുടങ്ങി. എന്ന് വെച്ചാൽ അതൊക്കെ ഇങ്ങനെ കരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മൾ ഒന്നുമില്ലാത്തവരായിട്ടും ശൂന്യമായ നിലങ്ങളായിട്ട് മാറും. അതിന് മുൻപേ എന്ത് ചെയ്തോണം? നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഭൗതിക നന്മകൾ നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടിയിട്ട് ഒപ്പം എന്താണ് ദൈവം പറഞ്ഞിരിക്കുന്ന ആത്മീയ നന്മകൾ, നിത്യത അല്ലേ? നിത്യതയിലേക്ക് നമ്മൾ കടക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകണം. കാരണം അവസാനത്തെ കാഹളനാദം കേൾക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ളവർക്ക് അത് കേൾക്കുവാനായിട്ട് പറ്റത്തുള്ളൂ. അത് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. കാരണം എന്താ? പരിശുദ്ധാത്മാവിനെ സ്വർഗത്തിൻ്റെ സ്വരം, ആ കാഹളം തിരിച്ചറിഞ്ഞ് നമ്മൾക്കത് പറഞ്ഞു തരുവാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധാത്മാവില്ലാതെ നമ്മൾക്ക് എങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. നിത്യതയിലേക്ക് നമ്മൾക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പോകുവാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഈ ദിവസങ്ങളിൽ വില മുടുക്കി നമ്മൾ പ്രാർത്ഥിച്ച് മേടിച്ചോണം. കാരണം ദൈവത്തിൻ്റെ വചനം അത് പറഞ്ഞിട്ടുണ്ട്, ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൻ മക്കൾക്ക് എന്താ പറയുക, നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ഭൂമിയിലെ പിതാക്കന്മാർക്ക് അവരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. നല്ല കല്ല് കൊടുക്കത്തില്ലെന്നൊക്കെ പറഞ്ഞിരിക്കാം. ഭൂമിയിലെ പിതാക്കന്മാർക്ക് മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികം പരിശുദ്ധാത്മാവിനെ നൽകുമെന്നും. എന്ന് വെച്ചാൽ നമ്മൾ ചോദിക്കണം. ചോദിച്ചു കഴിയുമ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾക്ക് തരുന്നത്. അല്ലാതെ ഒന്നും ചുമ്മാ ഒന്നും പരിശുദ്ധാത്മാവ് വരത്തില്ല കേട്ടോ. പരിശുദ്ധാത്മാവ് വരണമെങ്കിൽ നമ്മൾ ചോദിക്കണം. കാരണം നമ്മൾ ഹൃദയത്തെ തുറന്ന് ചോദിക്കുമ്പോഴേ നമ്മൾ വെൽക്കം ചെയ്യുമ്പോഴേ ആര് വരത്തുള്ളൂ? പരിശുദ്ധാത്മാവ് നമ്മളുടെ ഉള്ളിലോട്ട് വരത്തുള്ളൂ. ഇനി കിട്ടിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ തൊടാതെ ഇവിടെ വെച്ചുകൊണ്ടിരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മളിൽ നിലച്ചു പോകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ പുതുക്കം പ്രാപിച്ചോണം. പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു ശക്തി ചോർന്നു പോകാതെ നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിച്ചും ജാഗരിച്ചും വചനം വായിച്ചും പഠിച്ചും ഒക്കെ നമ്മൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഓക്കെ, ഇനി നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു അല്ലേ. അക്സയ്ക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ കൊടുത്ത് നമ്മളും ചില അവകാശങ്ങൾ ദൈവത്തോട് ചോദിക്കുക, പരിശുദ്ധാത്മാവിനെ ചോദിക്കുക, ദൈവം നമ്മൾക്ക് തരുവാനായിട്ട് ഇടയായി തീരും എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുക. ഇനി അതിനുശേഷം 23-ാം അധ്യായത്തിലോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുക. എന്താ എഴുതി വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ? ദൈവം ഇസ്രായേലിന് സ്വസ്ഥത വരുത്തിയെന്നും. പ്രിയ ദൈവമക്കളെ, ഇതൊരാലോചനയാണ് കേട്ടോ. ദൈവം ചിലരുടെ ജീവിതത്തിൽ നിന്ന് സ്വസ്ഥത തരുവാൻ പോകുക. ചില കുടുംബങ്ങളിൽ ദൈവം സ്വസ്ഥത തരുവാനായിട്ട് പോകുക. അതുവരെയാണ് ഇസ്രായേൽ മക്കളോട് ചോദിച്ചാൽ അറിയോ, ഞങ്ങൾ യുദ്ധം ചെയ്ത് മടുത്തു അല്ലേ. അവർ യുദ്ധം ചെയ്ത് 5 രാജാക്കന്മാരൊക്കെ ഒന്നിച്ചു വന്ന് അവരോട് യുദ്ധം ചെയ്തു. അവരെല്ലാം ദൈവം ജയിക്കുമാറാക്കി. ദൈവം അവർക്ക് വേണ്ടി ഇറങ്ങി യുദ്ധം ചെയ്തിട്ട് ദൈവം എന്താ ചെയ്ത് അവർക്ക് സ്വസ്ഥത കൊടുത്തു. ഓർക്കുക, നമ്മളും വിചാരിക്കുമല്ലേ, ദൈവത്തോട് പറയും, ദൈവമേ, എന്തോ ഒരു വിഷയങ്ങളാണ്, കുടുംബത്തിനകത്ത് സമാധാനമില്ല, തലമുറകളുടെ ജീവിതത്തിൽ സമാധാനമില്ല, പഠനത്തിന്റെ വിഷയത്തിൽ സമാധാനമില്ല, ജോലി മേഖലകളിൽ സമാധാനമില്ല, കുടുംബത്തെ സമാധാനമില്ല, പേരൻസ് മുഖാന്തര സമാധാനമില്ല, അല്ലെങ്കിൽ പേരൻസിന് സമാധാനമില്ല. ഇങ്ങനെ സമാധാനത്തെ കെടുത്തി ചുറ്റുവട്ടങ്ങളിൽ നിന്ന് സമാധാനമില്ല. പല വിധത്തിലും സമാധാനത്തെ കെടുത്തി ഇട്ടിരിക്കുന്ന പിന്നെ ചില കുടുംബങ്ങളിൽ സ്വത്ത് തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ വല്ല 3-4 സെന്റ് സ്ഥലമുണ്ട്. നമ്മൾക്കറിയാം, പണ്ടല്ലേ, കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തും കോടികളുടെ ആസ്തി ഉണ്ടായിട്ടും സ്വത്തിന് വേണ്ടി സ്വന്തം അനിയനെയോ ചേട്ടനെയോ വെടിവെച്ച് വന്ന ഒരാളുടെ ചരിത്രമൊക്കെ നമ്മൾക്കറിയാം അല്ലേ. എന്ന് പറയുന്നത്
പറയുന്നത് പോലെ കുടുംബങ്ങളിൽ കിടന്നുകൊണ്ട് അടിപിടിയാ, സ്വത്തിന് വേണ്ടിയിട്ട് അടിപിടിയാം. അപ്പോൾ ഈ സ്വത്തിന് വേണ്ടിയിട്ടുള്ള അടിപിടികൾ നടക്കുന്ന കുടുംബങ്ങളിൽ എന്തില്ല, സമാധാനമില്ല. പിന്നെ ചിലരും ദൈവത്തിന്റെ ഭാഗത്തോട്ട് വേർതിരിഞ്ഞ് നിന്നതുകൊണ്ട് നിനക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ തരാതെ മാറ്റി നിർത്തപ്പെട്ടതൊക്കെയുണ്ട്. ഇവിടെയൊക്കെ നിന്റെ സമാധാനത്തെ കെടുത്തിയിട്ടിരിക്കുക, നിന്റെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ദൈവത്തിന് പറയാനുള്ളത്, ഞാൻ സമാധാനം തരുമെന്ന, ഞാൻ സ്വസ്ഥത തരുമെന്ന ദൈവം ഇവിടെ പറയുന്നത്. എങ്ങനെയാ സ്വസ്ഥത തരുന്നത്? നിനക്ക് തരേണ്ട അവകാശങ്ങളെ നിന്റെ കരത്തിലോട്ട് ദൈവം തരും. എന്നിട്ട് അവിടെ നിനക്ക് സമാധാനം തരും. തലമുറകളുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ, എവിടെയാണെങ്കിലും ഇപ്പൊ അക്സയ്ക്ക് നീരുറവ് ഇല്ലാത്തത് കൊണ്ട് അവൾക്കും വേണമെങ്കിൽ സ്വസ്ഥത നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അതുകൊണ്ടാണല്ലോ അവൾ അപ്പൻ്റെ അടുത്ത് വന്ന് ചോദിച്ചത്. തലമുറകളുടെ ജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ എവിടെയൊക്കെ ഏതൊക്കെ മേഖലകളിൽ സ്വസ്ഥതയില്ലാതെ ഇരിക്കുന്നു, നിന്റെ അവകാശങ്ങളെ തിരികെ തന്നും, നിനക്ക് അർഹതപ്പെട്ട അവകാശങ്ങളെ നിന്റെ കരത്തിൽ തന്നും, ചിലർ അവകാശം പറഞ്ഞു വെച്ചിരിക്കുന്ന ചില അവകാശങ്ങളുടെ മേൽ ശത്രു പിടിമുറുക്കിയിരിക്കുമ്പോൾ നിനക്ക് അവകാശപ്പെട്ടത് നിന്റെ കരത്തിൽ വരാതെ പിടിമുറുക്കി ഇട്ടിരിക്കുന്ന ആ മേഖലകളെയൊക്കെ തകർത്ത് നിന്റെ അവകാശം നിന്റെ കരത്തിൽ തന്നും ദൈവം സ്വസ്ഥത നമ്മൾക്ക് തരുവാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ സ്വസ്ഥതയും ഈ അവകാശങ്ങളും എല്ലാം നമ്മൾക്ക് ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നും 25-ാം അധ്യായത്തിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് കാണാം. ജോഷുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് കാണാം. എന്താണെന്നറിയാമോ? ജോഷുവ എന്താണെന്നറിയാമോ? ജോഷുവയ്ക്ക് പ്രായമായി, ജോഷുവയുടെ മരണത്തിൻ്റെ സമയമൊക്കെയായി. അപ്പോൾ ജോഷുവ എന്ത് ചെയ്തു? ജോഷുവ അവരെ ഇസ്രായേൽ മക്കളെ അങ്ങ് അനുഗ്രഹിക്കാനൊക്കെ വിളിക്കും. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇങ്ങനെ ഓർമ്മിപ്പിച്ചു, അബ്രാഹാമിൻ്റെ കാലം തൊട്ടുള്ള ചരിത്രങ്ങൾ ഇവരെ ദൈവം നടത്തിയത്, ഉള്ളം കരത്തിൽ വഹിച്ച് നടത്തിയതെല്ലാം ദൈവം ചട്ടങ്ങളും നിയമങ്ങളും എല്ലാം ഇവരെ അങ്ങ് ഓർമ്മിപ്പിച്ചിട്ട് അവരോട് പറയാം, ഇന്ന് നിങ്ങൾ തീരുമാനമെടുത്തു, നിങ്ങൾ ഈ ദൈവത്തെ സേവിക്കുമോ അതോ അന്യ ദൈവങ്ങളെ സേവിക്കുമോ എന്ന് ഇന്ന് നിങ്ങളൊരു തീരുമാനമെടുക്കാൻ പറഞ്ഞു. എന്നിട്ട് 24-ാം അധ്യായം 25-ാം വാക്യത്തിനകത്ത് ജോഷുവ പറയുക, ഞാനും എൻ്റെ കുടുംബവുമോ, നിങ്ങൾ തീരുമാനം എന്തും എടുത്തു, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്നും ജോഷുവ അവിടെ പറഞ്ഞു. അപ്പോൾ ഇസ്രായേൽ മക്കൾ അതിനു മുൻപ് ഇസ്രായേൽ മക്കളും പറഞ്ഞു, ഞങ്ങളും യഹോവയെ തന്നെ സേവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ ഒരു എന്താ പറയുക, ഒരു നിയമം, ഒരു ഇതൊക്കെ അവർ അതിനൊരു സാക്ഷ്യമൊക്കെ അവർ ഉണ്ടാക്കി. അതൊക്കെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. ഓർക്കുക, ഇതാണ് നമ്മളുടെ സ്വസ്ഥതയുടെ അടിസ്ഥാനം കേട്ടോ. നമ്മളുടെ അവകാശങ്ങളെ കൈവിട്ടു പോകുമെന്ന് നമ്മൾ ഭാരപ്പെട്ടത്, നമ്മൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങളൊക്കെ ലഭിക്കാതെ നമ്മളെ ബുദ്ധിമുട്ടിക്കുമ്പോൾ, നമ്മൾക്കെതിരെ ശത്രുവായവൻ വാടകോരുമ്പോൾ, നമ്മൾക്കെതിരെ ശത്രുവായവൻ കെണിയൊരുക്കുമ്പോൾ, നമ്മളെ കഴിഞ്ഞു വലിയ ശത്രുക്കൾ നമ്മൾക്കെതിരെ നിന്ന് കെണിയൊരുക്കുമ്പോൾ, അതിനെയെല്ലാം തകർത്ത് ചില അവകാശങ്ങൾ നമ്മളുടെ കരത്തിൽ തന്നും ദൈവം നമ്മൾക്ക് സ്വസ്ഥത തരണമെങ്കിൽ ഒരൊറ്റ തീരുമാനം എടുത്താൽ മതി. എന്താ തീരുമാനം? ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അതിൽ ഉറച്ചു നിന്നോണം കേട്ടോ. എന്ത് വിഷയങ്ങളുണ്ടായാലും ഞാൻ എൻ്റെ ദൈവത്തെ വിട്ടു പോകത്തില്ല. പലരും പലതും പറയും, അവിടെയുണ്ട് ഇവിടെയുണ്ട്, അവിടെ പോയാൽ ഇവിടെ പോയാൽ വിടുതലാന്ന് പറയും. എങ്ങോട്ടും പോകണ്ട, ദൈവത്തെ മുറുകെ പിടിച്ചോ. നിന്റെ കയ്യിൽ ദൈവം വചനം തന്നിട്ടുണ്ട്, ആ വചനത്തെ മുറുകെ പിടിച്ചോ, ആ വചനം പ്രാർത്ഥിച്ചു. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? 24-ന്റെ 25 ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. വചനത്തിന് പവർ ഉണ്ടല്ലേ, അത് വചനം ദൈവമാകുന്നു. അപ്പോൾ ആ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. എന്താ? ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങളെ യഹോവയെ സേവിക്കും. ജോഷുവയുടെ പുസ്തകം 24-ാം അധ്യായം 25-ാം വാക്യം. ഈ വചനം പറയുക മാത്രമല്ല, അത് പറഞ്ഞ് അത് വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞ് അത് വിശ്വാസത്തോടെ ആ വചനം നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ദൈവത്തെ വിട്ടുപോകത്തില്ല എന്ന് തീരുമാനമെടുത്ത് ഞാനും എൻ്റെ കുടുംബത്തിലുള്ളവരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നിട്ടില്ലേ? ഇടുവിൽ നിന്ന് പ്രാർത്ഥിക്കുക. ദിവസങ്ങളിൽ അവരും കടന്നു വരും. ദൈവം കണ്ടിട്ടുള്ളവരൊക്കെ കടന്നു വരും. കാരണം എല്ലാവരെയും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കതിന് ഉത്തരമില്ല. കാരണം ദൈവം നമ്മൾക്ക് പ്രാർത്ഥിക്കാം അല്ലേ? നീയും നിൻ്റെ കുടുംബവും എന്താ പറയുക, ദൈവം പറഞ്ഞിട്ടില്ല, നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ടല്ലേ? നമ്മുടെ എന്താ പറയുക, കാരാഗ്രഹത്തിലെ പ്രമാണിയോട് പറഞ്ഞു അല്ലേ? അപ്പോൾ ഇതുപോലെ തന്നെ അപ്പോൾ നമ്മൾക്ക് നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള റൈറ്റ്സ് നമുക്കുണ്ട്. പ്രാർത്ഥിക്കുക, അവരും രക്ഷയുടെ അനുഭവത്തിലേക്ക് ദൈവഭാഗത്തേക്ക് അവർ മടങ്ങി വരുവാൻ നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോൾ അവർ വരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ വിട്ടുപോകാതെ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങളെ യഹോവയെ സേവിക്കും. ആ ഒരു തീരുമാനത്തിൽ ഉറച്ച് അതേ രീതിയിൽ നമ്മളുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോയാലും ഈ വാഗ്ദത്തങ്ങളെല്ലാം ദൈവം തന്നു സ്വസ്ഥത തന്നു നമ്മളെ പരിപാലിക്കുവാൻ ശക്തനാണ് നമ്മളുടെ ദൈവം. ചില യുദ്ധങ്ങളെ ദൈവം നമ്മൾക്ക് വേണ്ടി ദൈവം തന്നെ നേരിട്ട് ചില യുദ്ധങ്ങൾ നടത്തി നമ്മൾക്ക് രക്ഷ തരുമെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുക. പലപ്പോഴും അങ്ങനെയല്ലേ, നമ്മൾക്ക് അറിഞ്ഞുകൂടാത്ത എത്രയോ വിഷയങ്ങൾ ദൈവം നമ്മൾക്ക് ജയം തന്നിട്ടുണ്ട്. നമ്മൾ അറിഞ്ഞില്ല. ശത്രു നമ്മൾക്കെതിരെ പലതും ഒരുക്കി, പല കെണികൾ ഒരുക്കി, പല കുരുക്കുകളും മുറുക്കി നമ്മൾക്കെതിരെ അപവാദ പ്രചരണങ്ങൾ നമ്മൾക്കെതിരെ പറഞ്ഞു പരത്തുവാൻ ശത്രു പലതും നടത്തി. അവിടെയൊക്കെ നമ്മളൊന്നും അറിയാതെ, നമ്മൾ തളർന്നു പോകാതെ, നമ്മൾക്ക് ചില മരണത്തിൻ്റെ കെണികളെ ദൈവം ഉരുട്ടിമാറ്റി അല്ലെ, ചില നിന്ദകളെ ഉരുട്ടിമാറ്റി, ചില സാമ്പത്തിക പ്രതിസന്ധികളിൽ ഇടുവാൻ നിന്ന് പിശാചിനെ തകർത്ത് കളഞ്ഞു, ചില രോഗത്തിൻ്റെ ദുരാത്മാവിൽ നിന്ന് നമ്മൾക്ക് വിടുതൽ തന്നു. അങ്ങനെ എന്തെല്ലാം വിഷയങ്ങൾ നമ്മൾ പോലും അറിയാതെ, നമ്മളെ അറിയിക്കാതെ ദൈവം നമ്മൾക്ക് വിടുതൽ തന്ന ഒരുപാട്
ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. നമ്മളത് അറിഞ്ഞിട്ട് പോലുമില്ല. എങ്കിലും നമ്മൾ പറയണം, കർത്താവെ ഞാൻ അറിഞ്ഞും അറിയാതെയും അങ്ങയുടെ ജീവിതത്തിൽ തന്ന നന്മകൾക്ക് അനുഗ്രഹങ്ങൾക്കായിട്ട് നന്ദി പറയുന്നുവെന്നും ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കണം. ഫൈനലി മറക്കണ്ട, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങളെ യഹോവയെ സേവിക്കും. അപ്പോൾ ഇതോടെ നമ്മുടെ ജോഷുവയുടെ പുസ്തകം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്തത് നമ്മൾക്ക് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലോട്ട് കിടക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.